അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പകയാണ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, രാഷ്ട്രീയക്കാർ അഴിമതി ചെയ്യുന്നത് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ് കേരളത്തിലേത് എന്നതുപോലും പറയാറുണ്ട്. രാഷ്ട്രീയമല്ലേ, അഴിമതി ഉണ്ടാകുമല്ലോ എന്നതിനെ സാമാന്യവൽക്കരിച്ചു കാണുന്ന സ്വഭാവം പോലും ഏറിയും കുറഞ്ഞും നമുക്കുണ്ട്. പക്ഷെ VS ഒരു കാലത്തും അഴിമതി ആരോപണങ്ങളോട് സമരസപ്പെട്ടു നിന്നിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് അഴിമതി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ, അതൊക്കെ സാധാരണമല്ലേ എന്ന് ചോദിക്കുന്നതിനോടൊപ്പം ചേർത്ത് നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എത്ര അഴിമതി കേസുകൾ ഉണ്ടാകുന്നുണ്ട്? ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട് R ബാലകൃഷ്ണപിള്ളയാണ്. ഇടമലയാർ കേസ് എന്ന് പറയുന്നത് VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു വലിയ ചരിത്ര സ്മരണിക കൂടിയാണ്. വലിയ തോതിൽ ഇപ്പോൾ R ബാലകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം VS ഇടപെട്ടിട്ടുണ്ട്. ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ടും അധ്യാപകന് നേരെയുണ്ടായ വധശ്രമ കേസുമായി ബന്ധപ്പെട്ടും VS വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള ഏതാണ്ട് 5 വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചത്. പ്രായം പരിഗണിച്ച് പിന്നീട് ഇളവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരു നേതാവ്, ഒരേ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ അതിൽ VSന്റെ പങ്ക് വലുതാണ്. കണ്ണൻ നായർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. കണ്ണൻ, ഇങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ VS എഴുതി വെച്ച അധ്യായങ്ങൾ പലതാണ്. അതെല്ലാം പോരാട്ടത്തിൻ്റെതാണ്. അതെല്ലാം ഇല്ല, ജയിക്കില്ല എന്ന് അധികാരവർഗം തീർപ്പെടുത്തിയ ജനങ്ങളുടെ പോരാട്ടത്തിനൊപ്പം നിന്ന് വിജയിച്ച ചരിത്രം കൂടിയാണ്. പല സമയങ്ങളിലും പല വേലിക്കെട്ടുകളും മതിൽക്കെട്ടുകളും ചങ്ങലക്കൂട്ടങ്ങളും ഒക്കെ തന്നെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വന്ന ഒരു നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ്. പല യുവ നേതാക്കന്മാർ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച, ആ സമയത്ത് പാർട്ടി സെക്രട്ടറിയായൊക്കെ തന്നെ നിർണായക പങ്കുവഹിച്ച ആൾക്കാരാണ്. കുട്ടികളോട് വലിയ സ്നേഹമുള്ള ആളായിരുന്നു. പല സമയങ്ങളിലും വിജയദശമി ദിനങ്ങളിലൊക്കെ തന്നെ കുട്ടികളെ, പാർട്ടി സഹാക്കളായിട്ടുള്ള VSനോട് സ്നേഹമുള്ള ആൾക്കാർ അക്ഷരം എഴുതിക്കാൻ കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ട്. എന്താ പേര്? എവിടുന്നാ വരുന്നത്? ശ്രീവരാഹം. VSനെ കാണാൻ പോകണം. നേരത്തെ കണ്ടിട്ടുണ്ടോ? ആര് പറഞ്ഞ VS പുരകുറ്റം? TV യിലൊക്കെ കണ്ടിട്ടുണ്ടോ? എന്താ മോടെ പേര്? അവസാനമായിട്ട് കാണാൻ പോവാ അല്ലേ? നേരത്തെ കണ്ടിട്ടുണ്ടോ? നേരിട്ട്? മോനോ പേരെന്താ? ദർശൻ. ദർശനയുടെ സഹോദരൻ അല്ലേ? VSനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കാണാൻ പോവാണേ. ആര് പറഞ്ഞ് VS അച്യുതാനന്ദനെ കുറിച്ചൊക്കെ ആരാ പറഞ്ഞു വന്നേ? എന്താ അമ്മ VSനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ഒരു ജനനായകനാണ് നാടിൻ്റെ. ഇനി ഇതുപോലൊരു സഖാവിനെ നമുക്ക് കിട്ടത്തില്ല ഒരിക്കലും. അതാണ് കുട്ടികളെയും കൊണ്ട് വന്നത്. കാരണം നമ്മുടെ കേരളത്തിന് വളരെ ഒരു നഷ്ടമാണ് നമ്മുടെ സഖാവെന്ന് പറയുന്നത്. കാരണം എല്ലാ പാവങ്ങളുടെയും ഒരു സഖാവാണ് നമ്മുടെ VS എന്ന് പറയുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി ജനിച്ച ഒരു ചരിത്രമാണ്, ജീവിച്ച ഒരു മനുഷ്യനാണ്. കാരണം എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഒരു നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് തീർച്ചയായും കുട്ടികളെയും കൊണ്ട് വന്നത്. കുട്ടികൾക്കൊരു പാഠമാക്കി പഠിപ്പിച്ചു കൊടുത്തതാണ്. ദർശനയായാലും കുഞ്ഞുമോളൊക്കെ ആയാലും VSനെ അവസാനമായി കാണാൻ അവരുടെ കൈകളിൽ റോസാപ്പൂക്കളുണ്ട്. കണ്ണേ കരളെ, ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂവെ എന്ന് വിളിക്കുന്ന പോലെ ആ റോസാപ്പൂക്കളൊക്കെയായി വന്നിരിക്കുകയാണ്. ആ റോസാ പുഷ്പങ്ങൾ ആ മനുഷ്യന് മുന്നിൽ അർപ്പിക്കാൻ വേണ്ടി ഈ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആൾക്കാർ വരികയാണ്. അവർക്കെല്ലാവർക്കും വലിയ ഒരു വികാരമാണ്. അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്തതാണ് VSന്റെ സമര പോരാട്ടം എന്താണ്, VS എന്ന് പറയുന്ന സമര ചരിത്രം എന്താണ് എന്ന് അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റോസാപ്പൂക്കളുമായി കയ്യിലൊരു പൂത്തുണ്ടുമായി വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ. എന്താ ചേട്ടാ VSനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ, പിന്നെ പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു. അത് ശരിക്കും യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം നേരിട്ട് കണ്ടിരുന്നു. ഞങ്ങളുടെ പോത്തൻകോട് പാർട്ടി പരിപാടിക്കും അതുപോലെ കണിയാപുരത്തുള്ള പരിപാടിക്കൊക്കെ വന്ന് അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. സംസാരിക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇനി കാണാനും പോകുന്നില്ല എന്നാണ് പറയാനുള്ളത്. അത്രയ്ക്കൊരു നല്ല മനസ്സിൻ്റെ ഉടമയും പറയുന്നതേ ചെയ്യൂ. ഇതെല്ലാം മക്കളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അറിയാമല്ലോ VSനെ കുറിച്ചും എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഏറ്റവും സമുന്നതനായൊരു നേതാവാണ്. ഭരണകാലത്തും അല്ലാതിരുന്നപ്പോഴും പറയുന്നിടത്തേ നിൽക്കുള്ളൂ. പിന്നെ അതിനൊരു മാറ്റം വരില്ല. അതൊക്കെ കണ്ടു വളർന്നവരാണ്. അതുകൊണ്ടാണ് ആ പാർട്ടിയോടും ആ പ്രസ്ഥാനത്തിനോടും
എനിക്കും എന്നെ പോലുള്ള 10,000-കണക്കിന് ആളുകൾക്കും ഒരു കൂറുള്ളത്. അതാണ് പല ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് VS. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആ VS അവസാനമായി യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ദർശന, അല്ലേ?